ഒരു കാര്യം പറയട്ടെ, ഇന്ന് ഞാനുണ്ടല്ലോ കായ് നിറച്ചത് ഉണ്ടാക്കിനെ. കായുടെയും കായ് നിറച്ചതും തമ്മിൽ ഫില്ലിങ്ങൾ ഏകദേശം ഒരുപോലെ തന്നെ, പക്ഷെ കായ് മാത്രം 2 ടൈപ്പിൽ 2 വ്യത്യാസത്തിലാക്കുന്നതിലും. അപ്പം ഞാൻ കായ് നിറച്ചതാണ് ഇന്ന് ഉണ്ടാക്കിയത്. ഞാൻ കാണിച്ചു തരാവേ. വേണ്ട ഇതിൽ ഫില്ലിങ് ഇങ്ങനെ കാണാൻ നല്ല ഇങ്ങനെ ത്രികോണമായിട്ട് ഇങ്ങനെ നല്ല രസമില്ലേ കാണാൻ, കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. ഇത് ചൂടോടെ കഴിക്കാൻ നല്ല രസമാണ്. ഞാൻ അത്ര ഒരു വലിയ ടേസ്റ്റ് വരില്ല, പക്ഷെ ചൂടോടെ കഴിക്കാൻ നല്ല രസമാണ്. അപ്പം ഞാൻ ഇതെങ്ങനെ ഉണ്ടാക്കലെന്ന് പറഞ്ഞുതരാം. ഞാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ്. കുറേ ആൾ ആവിക്ക് പഴം പുഴുങ്ങിയിട്ടും അങ്ങനെയല്ല ആക്കും. ഞാൻ പുഴുങ്ങലൊന്നുമില്ല, നല്ല പഴുത്ത പഴം എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കും. കണ്ടാ നല്ല രസമുണ്ട് കേട്ടോ, കഴിക്കാൻ രസമുണ്ട്. ഞാൻ ഒരു നേന്ത്രപ്പഴം മുതുമനോടെ ആക്കും, ഞാൻ ഇങ്ങനെ കഷ്ണാക്കിയിട്ടാണ് ആക്കുന്നത്. പിന്നെ ഫില്ലിംഗ് ഉണ്ടല്ലോ, കഴിക്കാൻ എന്ത് രസമാണെന്ന് അറിയാം. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അതിനാദ്യം തന്നെ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നല്ല നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കുഞ്ഞു പീസാക്കി അണ്ടിപ്പരിപ്പും പിന്നെ മുന്തിരിയും അതൊന്ന് വറുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അത് പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കോരി മാറ്റിയൊന്നും വേണ്ട, അതിൽ തന്നെ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ചൊന്ന് അതിൻ്റെ ആ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഫില്ലിങ്ങിനുണ്ടല്ലോ കുറച്ച് നല്ല മധുരം വേണം, എന്നാലേ നമുക്ക് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലേ. അപ്പോൾ ആ പഞ്ചസാരയെല്ലാം ഒന്ന് മെൽറ്റായി തേങ്ങ ഒന്ന് സോഫ്റ്റായി വന്നിട്ടാകുമ്പോൾ നമുക്ക് ഓഫാക്കി കൊടുക്കാം. ഇതാണ് ഞാൻ നല്ല പഴുത്ത പഴാന്ന് എടുത്തിട്ടില്ലേ. പഴുക്കാത്ത പഴമാണെങ്കിൽ ഒന്ന് ആവിക്ക് വേവിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇതാക്കിയിട്ട് വേണം നമുക്ക് റെഡിയാക്കാൻ. അപ്പോൾ നല്ല പഴുത്ത പഴമായതുകൊണ്ട് ഞാൻ ഇതുപോലെ തന്നെ ഡയറക്റ്റ് ഇതിലേക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിങ്ങിൽ അതിങ്ങനെ നിറച്ച് കൊടുക്കാം. ഞാൻ പഴം നടുവേ മുറിച്ചിട്ടാണ് കേട്ടോ പിന്നെ കീറിട്ട് കൊടുത്തിട്ടുള്ളത്. പഴത്തിന് ഇങ്ങനെ കീറിട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് അതിൽ ഫില്ലിങ് നിറച്ച് കൊടുക്കാൻ. അപ്പം ഞാൻ ഒരു പഴം 2 പീസാക്കിയിട്ട് അതിൻ്റെ സൈഡ് ഒന്ന് കീറിട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഫില്ലിങ് ഇങ്ങനെ നിറച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ബാറ്റർ റെഡിയാക്കാം. ഇതുണ്ട് മൈദപ്പൊടി ഉപ്പും പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടായാൽ ഈ ബാറ്ററിൽ നമ്മൾ ഈ ഫില്ലിംഗ് എല്ലാം നിറച്ച് വെച്ച പഴമില്ലേ അത് മുക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പുറം ഇപ്പുറം നല്ല ഗോൾഡൻ കളറായാലും നമ്മൾ പഴം നിറച്ചത് റെഡിയാവും. അപ്പോൾ നമ്മളിങ്ങനെ ചൂടോടെ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. തണിഞ്ഞാൽ അത്ര കുഴപ്പമില്ല, എന്നാലും നമുക്ക് ഈ ചൂടോടെ കഴിക്കുമ്പോൾ നല്ല രസമാണ്. ആ ഫില്ലിങ്ങിന് പഞ്ചസാരയെല്ലാം നല്ല മെൽറ്റായിട്ട് ഇങ്ങനെ നല്ല മധുരവും നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പഴുത്ത പഴമാണെങ്കിൽ ഒന്ന് ആവിക്ക് വെച്ചിട്ട് പഴം നിറക്കാൻ പാടില്ല, ഇല്ലെങ്കിൽ പഴുക്കാത്ത പഴമാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഡയറക്റ്റ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ.